നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ക്രൂശിക്കുന്നു ശരിക്കും പറഞ്ഞല്ലേ, ഒന്ന് ആലോചിക്കുക. പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്ങനെ കുട്ടി ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പെയിൻ ഉണ്ടല്ലോ, അടുത്തറിഞ്ഞവരെ അതെങ്ങനെ അവരാ പെയിൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും ഞാൻ കൊച്ചിലെ കണ്ടിട്ടൊരു ചേട്ടനാണ്, പുള്ളിക്കാരന് പിന്നെ ഇപ്പം ചാനലിലാണ്. പുള്ളിക്ക് എൻ്റെ പുള്ളിക്ക് കാണാൻ വയ്യ, എൻ്റെ പുള്ളി ഇത് റെക്കോർഡ് എടുത്തില്ല. നമ്മളീ പുറത്ത് കേൾക്കുന്നവരെന്താ ഇതങ്ങ് അവരങ്ങ് ഫിക്സ് ചെയ്യാൻ ഉറപ്പിക്കുക, ഇവരിങ്ങനാണ്. നമ്മളിതിൻ്റെ കറക്റ്റ് കാര്യം അറിയാതെ നമ്മൾ പറയരുത് ആരും. ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ശരിയാണോ, പക്ഷെ ഞാൻ ലൈവായിട്ട് കേൾക്കുക സ്പീക്കറിൽ. എല്ലാവരും വിശ്വസിക്കില്ല, ഒട്ടും ബോൾഡ് അല്ലായിരുന്നു. അങ്ങനെയാന്ന് പറഞ്ഞാൽ ആണല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ അറിയാമല്ലോ, അത് മാക്സിമം എല്ലാവരും അത് യൂസ് ചെയ്തു, അതങ്ങനെ പോയി, അവരവരുടെ ജോലി ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ദിലീപേട്ടൻ്റെ കാര്യമാണെങ്കിലും നമുക്കറിയാലോ എന്തൊക്കെയായിരുന്നു. ഇതെല്ലാം മാക്സിമം അവരെ കൊല്ലാക്കൊല്ല ചെയ്തിട്ട് പിന്നെ തിരിച്ചവർ നല്ല രീതിയിൽ എത്തി, അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശാലു മേനനാണ്. ശാലുവിന് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന കുറേ ദിവസങ്ങളാണിപ്പം. കാരണം പോയ വർഷത്തെ, അതും ഗുരുപൂജയുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷം ശാലുവിൻ്റെ മുഖത്തിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് ആരംഭിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പ്രതീക്ഷിച്ചിരുന്നോ ശാലു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കള്ളം അല്ല, കാരണം എത്രയോ ഡാൻസ് ഡ്രാമകൾ ഇപ്പോൾ ശാലു ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാം പ്രഗത്ഭരായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ കഴിഞ്ഞ വർഷം വരെ ഗുരുപൂജ, കാരണം നമുക്ക് അറിയാവുന്ന ധാരാളം പേർക്ക് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് ആ ഒരു ഇതിലങ്ങ് പോകുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്രാവശ്യം അവാർഡിൽ പോലും ഏറ്റവും ചെറുപ്പം എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞത് ഞാനാന്ന് തോന്നുന്നു. കാരണം എല്ലാം അങ്ങനത്തെ ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കായിരുന്നു ഇപ്രാവശ്യം അവാർഡ് വരെ. അപ്പം ഞാനൊരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീട്ടിലോട്ട് പോകാൻ വണ്ടിയിൽ കയറുന്ന സമയത്താണ് അക്കാഡമിയിൽ നിന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിനി വേറെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സെക്രട്ടറിയാണ് വിളിക്കുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സാർ, അത് ഇപ്പം പത്രസമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ, ശാലുവിനാണ് ഇങ്ങനെ ഗുരുപൂജ പുരസ്കാരം. എൻ്റെ ദൈവമേ, ഞാനത് സത്കാരം നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഇങ്ങനത്തെ ഒരു അവാർഡൊന്നും നമുക്ക് അത്രയും വരെയൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഞെട്ടിപ്പോയി. 2 ദിവസത്തേക്ക് ഭയങ്കര അതിൻ്റെ ഒരു ഇതിലായിപ്പോയി. ആ ഒരു എക്സൈറ്റ്മെന്റ്. പ്രത്യേകിച്ചും അതിന്റെ ടൈറ്റിലാണ് അല്ലെ, ഗുരുപൂജ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പൊ ശാലു പറഞ്ഞ പോലെ കുറച്ചും കൂടെ സീനിയർ ആയിട്ട് ഇരുത്തം വന്ന് പ്രൊഫഷനിൽ ഒന്നും കൂടെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്നുള്ള ഒരു വിചാരമാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ അതിലേക്ക് ശാലുവിനെ ഇപ്പോൾ ആ ഒരു പേരിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇപ്പൊ ശാലു എന്ന് പറയുന്ന ഒരു ടീച്ചർ, കാരണം ശാലുവിന് ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കാത്തത്, ശാലു എന്നുള്ള പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇതൊരൊറ്റ ശാലുവേ ഉള്ളൂ എന്ന്. അതിനകത്തുനിന്ന് ഞാൻ ഒരു ആക്ടറെന്നോ ഒരു നർത്തകിന്നോ വേറെ ഒന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പേരിൽ തന്നെ ശാലുവിൻ്റെ എല്ലാവർക്കും അറിയാം. വേറെ ആരും ഇന്ന് ആ പേരും കൊണ്ട് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ ശാലു മേനൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ ശാലു പറഞ്ഞ പോലെ ഒരുപാട് ഇരുത്തം വന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു സംഭവം അത് ശാലുവിലേക്ക് ഈ ഒരു ഏജിൽ തന്നെ എത്തിപ്പെട്ടപ്പോൾ ശാലുവിന് എന്താ പറയുക, എൻ്റെ ഉത്തരവാദിത്വം കുറേയും കൂടെ കൂടിയെന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അത് എത്രത്തോളം ശാലുവിനെ മാറ്റിയിട്ടുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവാർഡ് വന്നിരിക്കുന്നത് നൃത്തനാടകം ബേസ് ചെയ്തിട്ടാണ്. അതെ. അപ്പം ശരിക്കും എനിക്ക് അതിലൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെ മുത്തച്ഛൻ തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷ മേനോൻ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരിയായിട്ടാണ് ഞാനിപ്പോൾ ഇപ്പം നൃത്തനാടകമാണെങ്കിലും ഞാൻ ക്ലാസിക്കൽ രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പം ആ അപ്പൂപ്പൻ്റെ ആ ഒരു ബാലെ അല്ലെങ്കിൽ നൃത്തനാടകം എന്നൊരു കലാരൂപത്തിന് തന്നെ എനിക്ക് ആ ഒരു ഇതിൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഈ നൃത്തനാടകം ഞാൻ ആദ്യം അറിയുന്നില്ല. ഞാൻ വെച്ച് ക്ലാസിക്കൽ ഡാൻസ് എന്നാണ് ആക്ച്വലി ഞാൻ അറിയുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്, ഭരതനാട്യം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുശേഷം
അവിടുന്ന് കോള് വന്ന് ഈ കാര്യം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞ തന്നെ ഇത് തന്നെയാണ്, അപ്പൂപ്പൻ്റെ ആ ഒരു ഇതെന്തായാലും കൊച്ചുമോൾ അത് ഇപ്രാവശ്യം നേടി എന്നാണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു മേഖലയിൽ കിട്ടിയപ്പോഴത്തേക്കും. ഭയങ്കര സന്തോഷം. കാരണം അപ്പൂപ്പൻ്റെ ആ ഒരു അപ്പൂപ്പൻ ഇപ്പം ഇല്ലെങ്കിൽ പോലും ആ ഒരു മേഖലയിൽ തന്നെ എനിക്കും, ഞാനിപ്പോൾ വളരെ 4-5 വർഷമായുള്ളൂ ഈ നൃത്തനാടകം ചെയ്യാൻ തുടങ്ങി ചെയ്യുന്നത്. അപ്പം അത് പലരും എന്നെ ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. കാരണം നൃത്തനാടകം എന്നുള്ളത് ഒരു കാലത്ത് ഭയങ്കര പീക്കിൽ നിന്നാ, പിന്നെ അതൊന്ന് ഡൗൺ ആയി. ഇപ്പം നൃത്തനാടകങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ക നൃത്തനാടകങ്ങളല്ല, ആക്ച്വലി ശരിക്കും ഒരുപാട് വ്യത്യാസമായിപ്പോയി. ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് ചേഞ്ചസ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്, അല്ലാതെ ഒരു ബാലെ എന്നുള്ള ഒരു ഇതിലല്ല. ശരിക്കും അതൊരു സ്റ്റേജ് സിനിമ എന്ന് വേണം അതിനിപ്പോ പറയാൻ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പ്രോഗ്രാംസ് എല്ലാം ചെയ്തു വരുന്നത്. അപ്പൊ തന്നെ എനിക്കതിലൊരു എന്താണ് അതിലൊരു ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു മോശം ഇതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു കലാരൂപം നമ്മൾ വീണ്ടും പുതിയ രീതിയിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും. അതുപോലെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൻ്റെതായ മാറ്റങ്ങളും അതിൻ്റെതായ ഓഡിയൻസിന്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ അതിൻ്റെ ഇതിലാണ് ഞാൻ അത് ചെയ്തു വന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ നാടകങ്ങൾ ചെയ്യുമ്പോൾ തന്നെ. അപ്പൊ ആ ഒരു ഇതിലാണ് എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മുത്തശ്ശനായിട്ട് തുടങ്ങിയത് ഒരു രൂപമാണ് ഡാൻസ്, ബാലെ എന്ന് പറയുന്നത് തന്നെ അല്ലേ? പക്ഷേ ശാലു വന്നിപ്പോ എനിക്കറിയാം, നമ്മളൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് കോമ്പറ്റീഷനും കോളേജ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ അന്നേരമൊക്കെ ക്ലാസിക്കൽ തന്നെയാണ് ശാലും ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് ശാലു ആക്ടിങ്ങിലേക്ക് വന്നു. എന്നിട്ട് കുറെ സ്റ്റേജ് ഷോസ് വന്നപ്പോഴും തുടക്ക സമയങ്ങളിൽ നമ്മൾ ഇന്നിപ്പോ കാണുന്ന പോലെ മറ്റുള്ള സെലിബ്രിറ്റീസുകൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു പ്രോപ്പർ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ആയിരുന്നു ശാലും ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴാണ് ശാലുവിന് ആ ക്ലാസിക്കൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും പിന്നെ ഒരുപാട് പ്രോഗ്രാംസുകളും അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ശാലു ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് എനിക്ക് മുത്തശ്ശന്റെ ഒരു സംഭവം ഞാൻ വീണ്ടും അതിലൊന്ന് റീവർക്ക് ചെയ്യാമെന്നോ? ഇപ്പൊ ശാലു തന്നെ പറഞ്ഞതായി 5 വർഷമായാണ് ഡാൻസ് ഡ്രാമയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിൽ ശാലു ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് ഞാൻ കുറച്ചും കൂടെ മാർക്കറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നോ അത് കുറച്ചും കൂടെ അങ്ങ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ശാലുവിന് തോന്നി? ശരിക്കും അത് അങ്ങനെ തോന്നിയതല്ല. ഇത് വളരെ യാദർച്ഛികമായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. കാരണം ഇല്ല, ഞാൻ ഒട്ടും പ്ലാൻ വെച്ചാൽ ഞാൻ ക്ലാസിക്കൽ തന്നെ ചെയ്തോണ്ടിരുന്നത്. ക്ലാസിക്കൽ തന്നെ നമുക്ക് കുറെ പുതിയ പുതിയ നൃത്താവിഷ്കാരങ്ങൾ അങ്ങനെ ചെയ്ത് വന്നിരുന്ന ആളാ. അതിന്റെ ഇടയ്ക്കായപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ ചെയ്യാതെ അപ്പൂപ്പന്റെ ഓൾറെഡി ബാലറ്റ് ഇപ്പോഴും 66 വർഷമായി. ഇപ്പോഴും ഞങ്ങളത് മുടക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നപ്പോ ഇടയ്ക്ക് ഈ 5 വർഷം മുന്നേ അതിലൊരു ആർട്ടിസ്റ്റ്, മെയിൻ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, പെൺകുട്ടി ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഒരു വയ്യാഴി വന്ന് മരിച്ചു. അവർ മരിച്ചു. പക്ഷെ നമ്മൾ ഈ ബുക്കിംഗ് എല്ലാം കൊടുത്തിരിക്കുക. എല്ലായിടത്തും വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പലരെയും പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ ആരെയും കിട്ടിയില്ല. അപ്പം നമുക്കിത് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് യാതൊരു ഇത് ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും നമുക്കിത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ, അപ്പം എനിക്കന്ന് വർക്കൊക്കെ കുറവായിരുന്നു. സോ അങ്ങനെ ഞാൻ ചെയ്തതാ, ഈ ബാലറ്റ് ചെയ്ത് തുടങ്ങിയതാ. ചെയ്ത് തുടങ്ങി വന്നപ്പോഴത്തേക്കും എനിക്ക് അതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തു. കാരണം നമ്മളിപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോൾ ഓക്കെ 2 മണിക്കൂർ നമ്മൾ ക്ലാസിക്കൽ പ്രോഗ്രാം ചെയ്ത് കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഇതുപോലുള്ള ഓരോ പുരാണ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് അഭിനയ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് നമുക്ക് നമ്മുടേതായ ക്രിയേറ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എനിക്ക് ഈ ഡ്രാമയിൽ നിന്നാണ് കിട്ടിയത്. നൃത്തത്തിൽ തന്നെ ഡാൻസ് ഡ്രാമ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അതൊരു നൃത്ത രൂപത്തിൽ അങ്ങ് പോവാം. ഇപ്പൊ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ഇപ്പം ശോഭന ചേച്ചിയൊക്കെ ചെയ്യുന്നത്, ഇപ്പം കൃഷ്ണ അല്ലെങ്കിൽ മായരാവൺ എന്നൊക്കെ പറഞ്ഞാൽ അവര് പക്ക ഇംഗ്ലീഷ് ബാലറ്റ് ആണ് ചെയ്യുന്നത്. അതില് നോർമലി ഡാൻസ് ഉണ്ടെങ്കിൽ പോലും ഡയലോഗ്സ് ഒക്കെ അത് പക്ക ഒരു നാടകം, അത് വേറെ ലാംഗ്വേജിലാണ്. എന്ന് പറഞ്ഞ പോലെ എനിക്കിത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും, മെയിൻ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് ആക്ച്വലി പിന്നെ ഞാൻ ഇതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ശരിക്കും, അല്ലാതെ ഇത് പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷെ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴും ഇല്ല ശാലു, ഡ്രാമ അല്ലെങ്കിൽ ഇപ്പം ബാലെ ഇതിനൊക്കെ നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് അതൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനുള്ള ഇപ്പൊ കുറച്ചു നാളായിട്ട് വീണ്ടും ഡ്രാമയ്ക്ക് നല്ലൊരു സ്പേസ് കിട്ടി, എല്ലാവരും അതിനെ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും ഈ 5 വർഷം എന്ന് പറയുന്നത്, അത് ശാലുവായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഇമേജ് കുറച്ചൊന്ന് ഇതിൽ നിൽക്കുകയാണ് അല്ലേ? ഡ്രാമ എന്നൊക്കെ കേൾക്കുമ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ വീണ്ടും അതിനെ വേറൊരു അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശാലു അന്നേരം വളരെ നോൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ശാലുവിന് ഇത് ചെയ്യുമ്പോൾ ഈശ്വര എന്റെ പേരിന് അത് വേറെ രീതിയിൽ ബാധിക്കുമോ, ഞാൻ ചെയ്താൽ ഇനി അത് വേറെ രീതിയിലൊരു ഇമേജ് ഒക്കെ വരുമോ, അങ്ങനെ ഒരു പേടിയോ തോന്നലോ? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ അറിയോ, എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, എന്താ ഇത് ചെയ്യുന്നത്, ഇത് ചോദിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു
ഒരു അപ്പൂപ്പനായിട്ട് തുടങ്ങി വന്ന് ഇത്രയും എന്താണ് പേര് കേട്ട ഒരു സ്ഥാപനം, അത് എനിക്കതിലൊരു മോശമായിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ ഞാനത് മനസ്സിലാക്കി വെച്ചാൽ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ചിലപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച സ്ഥിരം കുറേ ക്ഷേത്രങ്ങൾ, അപ്പൂപ്പൻ്റെ പേരിൽ തന്നെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. എത്രയോ ആൾക്കാർ പ്രോഗ്രാം ചെയ്യാതിരിക്കുന്നു, പറ്റുന്നില്ല അവർക്ക്. അപ്പം ആ ഒരു കുറേ അമ്പലങ്ങളുണ്ട്, വലിയ വലിയ ക്ഷേത്രങ്ങൾ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് അതിലൊരു ഈ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഒരു പ്രൊഫഷൻ എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു മോശമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പം ഞാൻ അത് എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ശാലു തന്നെ അതിനകത്ത് ഒരു പേര് തന്നെ ഇതാക്കി. ഇപ്പതാ ശാലുവിന് ഗുരുപൂജയുടെ ഒരു അവാർഡും കിട്ടി. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ ഇപ്പത്തെ റിയാക്ഷൻ എങ്ങനെയാ? ഇപ്പോഴത്തെ റിയാക്ഷൻ, ഇപ്പം ഈ ഒരു 5 വർഷമായല്ലോ ഞാനിത് ചെയ്യുന്നു. ഇതിൽ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം തൊട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞവർ തിരിയാൻ തുടങ്ങി. കാരണം അമ്പലങ്ങളിലെ ഇപ്പം അമ്പലം അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിൽ ഡ്രാമാസ് കുറവാണ്. എന്നാലും ക്ഷേത്രകലകളിൽ വരുമ്പോഴും ഈ പറഞ്ഞ ഓഡിയൻസ് കൂടി തുടങ്ങി. മറ്റേതെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ക്ലാസിക്കൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ആരോടെ എക്സോർ വൈ ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കാണാൻ വേണ്ടി ആർട്ടിസ്റ്റിനെ കണ്ടു ഒരു 2 ആയിട്ട് കഴിയുമ്പോൾ പോവും. കാരണം പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ പക്ഷെ അതല്ല, ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിൽ നിന്ന് ഒത്തിരി മാറ്റപ്പെടുത്തിയാ ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ കാര്യം പറയാം. അങ്ങനെ മാറ്റപ്പെടുത്തി ചെയ്യുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ പോകുന്നില്ല. ഈ പ്രോഗ്രാം തീരും വരേക്ക് ഇരിക്കുക. പക്ഷെ ആക്ച്വലി ബാലെ ഈ ഡാൻസ് ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഞാൻ അവിടെ എന്റെ വീട്ടിൽ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മോളെ കൊണ്ട് ഞാൻ എന്തായാലും, കാരണം പാട്ടും പിന്നെ എന്തൊക്കെയാണ് ടെക്നിക്കലി മാറ്റി നമ്മളിങ്ങനെ ഈശ്വര ഇതൊക്കെ സ്റ്റേജില് അതും ലൈവാണ്. അതാണ് ഇത്രത്തോളം ചെയ്യാൻ പറ്റും, ഒരു ഡിലേ ഇല്ലാണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും. ഇപ്പൊ ശാലു തന്നെയും അതിനകത്ത് പല തവണ ചെയ്ത് കഴിയുമ്പോൾ ഇനി എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ബ്ലഡിലും ഇതുള്ളത് കൊണ്ട് ഒരുപാട് അതിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ഇപ്പൊ അതിനെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് തന്നെ ശാലു എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഈ ഒരു ടെക്നിക്കൽ വർക്കും അതിന്റെ ഇതിലൊക്കെ ശാലു ഫുൾ ഇൻവോൾവ്. ഞാനാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്റെ ഒരു മീൻസ് ഒരു തുടക്കമായിരുന്നു. കാരണം ഞാൻ തന്നെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കൂടെ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ടുള്ളൊരു മാഷുണ്ട്, അജി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആക്ച്വലി ടെക്നിക്കൽ സെക്ഷനാണ്. അപ്പോൾ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കോറിയോഗ്രാഫി ചെയ്യുന്നത് അത് ഭയങ്കര. അപ്പോൾ എനിക്കിപ്പോൾ സിനിമ എന്നുള്ളതല്ല, സീരിയൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കിങ്ങനെ ഡാൻസ് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പം അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഇപ്പം ഞാൻ ചെയ്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നാഗവല്ലി മനോഹരി, നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ ഒറിജിനൽ കഥ. അതൊരു ഡാൻസ് തിയേറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പം അതിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ അതിൽ എടുത്തു പറയണമെന്ന് വെച്ചാൽ ഒന്ന് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൻ്റെ നറേഷൻ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടന. പിന്നെ മ്യൂസിക്കിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ശരത്തേട്ടൻ അതിന്റെ മ്യൂസിക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ ഞാനൊക്കെ പിന്നെ കുറച്ച് ചെയ്താണ്, കാരണം അവര് ഓൾറെഡി ഉള്ളതുകൊണ്ടല്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ നാഗവല്ലി ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ടെക്നിക്കൽ വശം എന്ന് പറയുന്നത് നമ്മള് പണ്ട് ലാലേട്ടനും ഷോസൊക്കെ പണ്ട് വന്നിട്ടുണ്ട്, അറിയായിരിക്കും. ഇന്ററാക്റ്റീവ് സ്ക്രീനാ അല്ലേ? അത് നമ്മൾ സ്റ്റേജില് ഈ 2.5 മണിക്കൂർ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അത് ഞങ്ങളാണ് ശരിക്കും ഈ ഫീൽഡിൽ ഡാൻസ് ഡ്രാമയിൽ ഞങ്ങളത് കൊണ്ടുവന്നിട്ട് ഒരേ സമയം ഞാൻ സ്ക്രീനിൽ ഞാൻ ലൈവ്, ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് കാര്യങ്ങളിലാണ് ഈ നാഗവല്ലി പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഓക്കേ. അപ്പം മറ്റേ നമ്മളെല്ലാവരും ഷോസിലൊക്കെ ഇവര് ലാലേട്ടനെ പോലുള്ള വലിയ അത് ഉണ്ടായിരുന്നു, പക്ഷേ ഈ സ്റ്റേജിൽ ആരും ഇത് കൈവച്ചിട്ടില്ല. അപ്പം അങ്ങനെ വിചാരിച്ചാൽ നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ശരിക്കും ഇതൊരു പരീക്ഷണമായിരുന്നു, പക്ഷെ അത് വൻ വിജയമായിരുന്നു. വാവ്. ആക്ച്വലി ഒരു വർഷം അപ്പൊ എത്ര ഡാൻസ് ഡ്രാമ ചെയ്യാം? 100 എണ്ണം. അല്ല പെർഫോമൻസ് ഓരോ, കാരണം ഒരു വർഷം ഒരെണ്ണേ ചെയ്യും, ഒരെണ്ണേ ഉള്ളൂ. കാരണം ഒരു 2 മാസം അടുത്ത് തന്നെ റിഹേഴ്സൽ പോകും. പിന്നെ നമുക്ക് ആ ഒരു സീസണിൽ ഒരു ഡ്രാമയെ പറ്റുള്ളൂ, അല്ലെ പിന്നെ എല്ലാം കൂടെ ഒന്ന് കൊളായി പോകും. അല്ലാതെ ഒരു വർഷം 2-3 എണ്ണം പറ്റൂല അല്ലേ? അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്ലാസിക്കൽ പ്രോഗ്രാം കൂടെ
ചെയ്യാണ് അതെ, ചെയ്യുന്നത്. അങ്ങനെ. ഓക്കെ. അപ്പൊ അങ്ങനെ കലയും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ ഇതിനിടയിൽ സീരിയലും ഇപ്പൊ ഈയിടെ ഒരെണ്ണം അഭിനയിച്ചിരുന്നു, അതും ഇപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞു, പിന്നെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ പുതിയത് ഇനി ഏതെങ്കിലും പേഷ്യന്റ് കമ്മിറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ എല്ലാം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഉം. ഇനിയിപ്പോ സീസൺ സമയമാണല്ലോ, ആ ഓ അപ്പം അതുകൊണ്ട് ഇതിനെ ഒന്ന് ബാധിക്കുമായിരിക്കും. ബാധിക്കാൻ ഉം. പാടില്ലല്ലോ, അപ്പൊ ഉം. അതുകൊണ്ട് അതുകൂടെ നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാലും സീരിയലുകൾ ഇപ്പോഴും നോ ഉണ്ട് ഒന്നുമല്ല. ഉണ്ട് ഉണ്ട് ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ ചെയ്യും. ചെയ്യുന്നുണ്ട്. സിനിമയാണെങ്കിലോ? സിനിമയാണെങ്കിൽ അതുപോലെ തന്നെ. സിനിമയിൽ എനിക്ക് ശരിക്കും വിളി വളരെ കുറവാ. ഉം. അപ്പം പിന്നെ ഞാൻ ഓൾറെഡി സീരിയൽസ് നല്ല കഥ അതും അങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നില്ല, കാരണം ഉം. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ റെയർ ആയിട്ട് നല്ല ക്യാരക്ടേഴ്സ് നോക്കി അങ്ങനെ ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നു. ഓക്കെ. അതെ അതെ സീരിയൽ തന്നെയാണെങ്കിലും ആദ്യം തന്നെ എനിക്ക് ദൂരദർശനിലെ ശാലു ചെയ്ത അതെ സീരിയല് അതെ അതാണ് അന്ന് അവിടെ അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട, അതെ അല്ലെങ്കിൽ അതെ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കപ്പെട്ട, ആൾക്കാരുടെ ഇടയിലേക്ക് വളരെയധികം ഒരു സാധാരണ ആ ഒരു സമയത്തൊക്കെ ഇതേപോലെ വുമൺ സെൻട്രിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ സീരിയലുകൾ അങ്ങനെയാണെങ്കിൽ പോലും സ്ത്രീ കഥാപാത്രത്തിനൊപ്പം പുരുഷ കഥാപാത്രത്തിനും ഒരു അതെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതെ പക്ഷെ അതെ അതൊക്കെ മാറ്റി ശാലു ചെയ്ത അലകൾ അലകൾ അല്ലേ, അലകൾ അതിലൂടെ കിട്ടിയ ഒരു പോപ്പുലാരിറ്റി, അതെ അതെ അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു ആർട്ടിസ്റ്റുകളും ഫുള്ള്. ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ആ സമയങ്ങളിൽ ദൂരദർശൻ ആയിരുന്നല്ലോ അതെ. ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന സമയം. പിന്നെ അന്നത്തെ ആ ഒരു ടൈമിൽ 800ഓളം എപ്പിസോഡ് പോയ ഉം. സീരിയലായിരുന്നു. അതിലെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഞാനൊരു മുക്കോത്തി പെണ്ണാണ്. ഉം. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ പഠിച്ച IAS ആവുന്നതും ഉം. അങ്ങനെയായിരുന്നു കഥ. അത് അങ്ങനെയാണ് എന്നെ ആൾക്കാരെ കുറച്ചെങ്കിലും അറിഞ്ഞ് തുടങ്ങി തുടങ്ങിയത് ആ സീരിയലിലൂടെ ആയിരുന്നു. അതെ. അതെ ആ സീരിയലിൽ ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു. ശരിക്കും. അതെ ശാലു മേനൻ എന്ന് പറഞ്ഞ ഒരു അതെ അതെ ആക്ടറിനെ ആൾക്കാർ ശരിക്കും അതെ ശ്രദ്ധിച്ച് അന്ന് അതെ മുതല്. അതെ അതെ പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സീരിയലുകൾ അതെ ശാലു ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ. അതെ അത് ആദ്യമൊക്കെ വളരെ സോഫ്റ്റ് അതെ ആയിട്ടുള്ള അതെ നായക പിന്നെ കഥാപാത്രങ്ങളും ഇങ്ങനെ പിന്നീട് വില്ലത്തിലോട്ടായി. വില്ലത്തിലേക്കായി ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു അതെ ഇതിലേക്ക്. അതെ അതെ ഇങ്ങനെ പല അനുഭവങ്ങളാണ് ഓരോ സെറ്റും അതെ സമ്മാനിക്കുന്നത് അല്ലേ? അതെ അതിൽ തന്നെ ഏറ്റവും നല്ല അനുഭവങ്ങൾ തന്ന ഒരു സീരിയൽ സെറ്റ് ഏതായിരിക്കും ഇന്നും ശാലു മനസ്സിൽ? അത് ശരിക്കും സ്ത്രീജന്മം എന്ന് പറഞ്ഞിട്ട് സൂര്യയിലെ ആ. സീരിയലായിരുന്നു. സ്ത്രീജന്മത്തിൽ ഞാൻ 50ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ ജോയിൻ ഉം. ചെയ്യുന്നത്. അത് അന്നത്തെ ആ ഒരു ടൈമിൽ 1000 എപ്പിസോഡ് പോയ സീരിയലാണ് ഉം. സൂര്യയിലെ. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പക്ക വില്ലത്തിയ. ഉം. അതിലെ അവസാനത്തെ 10 എപ്പിസോഡിന് മുന്നാണ് ഈ ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്. ഉം. അപ്പോൾ അത് ഈ പറഞ്ഞ എനിക്ക് 1-2 അനുഭവങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു അടി കിട്ടിയിരുന്നു. ഉം. ഈ ക്യാരക്ടർ കണ്ടിട്ട് ഒരു ഫാമിലി ആ ആ, ആ ഞാനത് ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഉണ്ടായിരുന്നു. ഒരു കേട്ടിട്ടുണ്ട്. ഫാമിലി ഇങ്ങനെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് പോവായിരുന്നു, ആ. ഞാനും അമ്മൂമ്മയും കൂടെ ആയിരുന്നു. ഉം. ആ സമയത്ത് ഇങ്ങനെ പ്രായമുള്ളവരുണ്ട്, അവർ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ഒറ്റ അടിയുടെ ഉം. എന്നിട്ട് പറഞ്ഞു നീ, പിന്നെ അങ്ങ് ഭയങ്കര മോശമായിരുന്നു, നീ അങ്ങനെ ചെയ്ത് മറ്റുള്ള വന്നപ്പോൾ അങ്ങ് പ്രാകുക. അതേപോലെ എനിക്ക് അതെനിക്ക് ഭയങ്കര ദേഷ്യം, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഉം. ഞാനിങ്ങനെ ചിന്തിച്ച് വിചാരിച്ചു, ശരിക്കും അത് ആ ക്യാരക്ടറിന്റെ വിജയമായിരുന്നു. ഉം. അതൊരു അവാർഡായിരുന്നു അതെ എനിക്ക്. അതെ. അതേപോലെ തന്നെ ആ സീരിയലിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇത് നേരെ ചേഞ്ച് ആവുന്നുണ്ട്, ഉം. പോസിറ്റീവ് വരുന്ന ഒരു ഇതുണ്ട്. അത് ഞാനും ചിപ്പി ചേച്ചിയായിരുന്നു. ഉം. ഞങ്ങളുടെ ഭയങ്കര ഇൻറ്റിമസി സീനാ. വിത്തൗട്ട് ഒരു എപ്പിസോഡ്, ഒരു ഷോർട്ട് ബ്രേക്കേ ഉണ്ടായിരുന്നില്ല, ഒറ്റ എപ്പിസോഡിൽ പോകുമായിരുന്നത്. അതിൽ ഈ കരഞ്ഞ്, അത് വിത്തൗട്ട് ഗ്ലിസറിനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കട്ടയ്ക്ക് വാശിയേറിയ അഭിനയമായിരുന്നു. അങ്ങനെ വന്ന് ഭയങ്കര. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അമ്മയുണ്ട്, ആ. പുള്ളിക്കാരി ഈ സീരിയൽ ഇത് കണ്ട് ഈ എപ്പിസോഡ് കണ്ട് പുള്ളിക്കാരി ഇരുന്ന് കഴിഞ്ഞ് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ. TV ആയിട്ടോട്ടിരുന്നതാ. അങ്ങനെ പുള്ളിക്കാരി അപ്പം ചേട്ടൻ കൺട്രോളർ പറഞ്ഞു, അജി എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കാരണം എന്തായാലും എൻ്റെ അമ്മ കാരണം പുള്ളിക്കാരിക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ. അപ്പം എന്ന് പറഞ്ഞ പോലെ കുറേ അനുഭവങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു ഈ സീരിയലിൽ. ഓ. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവാർഡായിരുന്നു അത്. അത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഷെയ്ഡ് അതെ അതെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അമ്പലത്തിൽ തോന്നുന്നു ഒരുവിധം പോകുമ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലെ അടിയും വരാറുണ്ട്, അടിയും കംപ്ലൈന്റും എല്ലാം ഉണ്ട്. ചീത്തവിളിയും കാരണം അവര് ധരിക്കുന്നത് അങ്ങനാ, ഈ ആ. ക്യാരക്ടേഴ്സ് അല്ല ഇവരൊക്കെ ഇങ്ങനെ തന്നെയാന്നുള്ളതാ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ. അതായത് ആൾക്കാർ ഒരു രീതിയിൽ അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെന്റ് വെക്കുകയാണ്, ചെയ്യുന്നത്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു. ഇപ്പം കുറെ പേർക്ക് മാറി എന്ന് മാറിയിട്ടുണ്ട്, പറഞ്ഞാൽ പോലും എന്നാലും ഉണ്ട്, പഴയ ജനറേഷൻ അമ്മൂമ്മമാര് ഇപ്പോഴും മാറത്തില്ല, വിചാരിക്കുന്നത് മാറിയിട്ടില്ല. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അതെ അങ്ങനെയാണ്. അതെ അതെ ശാലുവിന് ശരിക്കും ജീവിതത്തിലാണെ പോലും എപ്പോഴെങ്കിലും ശാലുവിന് ഇത്തരത്തില് ആൾക്കാർ വേറെ രീതിയിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ശരിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ വരും, പക്ഷെ അത് പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യാണല്ലോ. ആ. ഓ ഇങ്ങനെ ഇത്രയും വിജയിച്ചത് കൊണ്ടാണ് അവരങ്ങനെ. അപ്പം അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. കാരണം പിന്നെ ഈ പരിചയപ്പെട്ട് വരുമ്പോൾ വന്ന് പറയും, ഉം. അയ്യോ ഇത്ര പാവല്ലേ, അതാ ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. ചോദിക്കുന്നത്. അങ്ങനെ 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 ഒരുപാട് പേര് ഈ പ്രോഗ്രാംസിലൊക്കെ ചെല്ലുമ്പോൾ ആ. ഒത്തിരി പ്രായമുള്ളവർ വരുമല്ലോ കാണാൻ. ആ. അപ്പം
അവ സംസാരിച്ച് കഴിയുമ്പോൾ പറയും ഞങ്ങൾ വിചാരിച്ച ഭയങ്കര ആ സാധനം അതെ പക്ഷെ അയ്യോ ജാടയാണ് പാവാട്ടോ ഇങ്ങനെ ആ ചാടയാണ് അങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് സന്തോഷം അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ പിന്നെ കാരണം ശാലു ചെയ്തു പോയ കഥാപാത്രങ്ങൾ പല തരത്തിലുള്ള അതെ കഥാപാത്രങ്ങളും അതെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൂടെയാണ് അവർ പലതും കാണുന്നത് അതെ അതെ അപ്പൊ അവരങ്ങ് ജഡ്ജ് ചെയ്യും ഓക്കെ ഈ കുട്ടി ഇങ്ങനെയാണ് അല്ലെങ്കിൽ തന്നെ സീരിയലിൽ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണെങ്കിൽ അതെ 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 ഓ ശാലു വരുമ്പോ അങ്ങനെയാണ് അത് എന്നൊക്കെ അതെ അതെ വരുമ്പോ അവർ അങ്ങനെ ആയിരിക്കും പക്ഷെ അടുത്ത് പഴകി പരിചയപ്പെടുമ്പോഴായിരിക്കും വരുമ്പോഴേ അവര് മനസ്സിലാക്കത്തുള്ളൂ ഓ അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെ ഇവര് ചിലപ്പം വരുമ്പോ തന്നെ നേരെ പുള്ളിക്കാരി മിണ്ടത്തൊന്നുമില്ലേ ഉം പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ അവര് വളരെ പാവമായിരിക്കും ഓ പക്ഷെ പൊതുവെ സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പൊ എനിക്ക് പണ്ട് മുതൽ അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നുണ്ട് അങ്ങനെ അതെ അതെ അല്ലാത്തൊരും ശാലുവായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു പാവം കുട്ടിയാ അതെ എന്ന് അതെ ഇങ്ങനെ അത്ര അടുത്തുള്ളവര് അറിയാവുന്നവര് എല്ലാം അതെ അങ്ങനെ അതെ പറയും അതെ അതെ പക്ഷെ അറിയില്ലാത്തവരൊക്കെ വിചാരിക്കും ഓ അവള് കാരണം ഭയങ്കര പിന്നെ ബോൾഡാണ് അതെ 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 അവള് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് അതെ തന്റേടിയാണ് അതെ 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 അങ്ങനെയും ആൾക്കാർ അതെ പറയുന്നുണ്ട് അതെ അല്ലേ അതെ ഓക്കെ തീർച്ചയായിട്ടും എന്താ പറയാ ആരുടെയും ലൈഫിൽ വരാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വലിയൊരു ട്രോമയും അതെ ശാലുവിന്റെ അതെ ലൈഫിൽ അതെ വന്നു അതെ പിന്നെ പോയിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് ഈ കൂടെ നിന്നവർക്ക് അറിയാലോ ശാലു വളരെ പാവമാണ് അതെ അവൾക്ക് ഇത്രയൊന്നും താങ്ങാൻ പറ്റില്ല അപ്പൊ അവരെ അത് വല്ലാതെ വേദനിപ്പിച്ചു ഇവൾ എങ്ങനെ ഇതിന്റെ ഡിപ്രഷനിലേക്ക് പോകുമോ അല്ല വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്യോ അതെ എങ്ങനെ കുട്ടി ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പെയിൻ ഉണ്ടല്ലോ അടുത്തറിഞ്ഞവരെ അതെങ്ങനെ അവരാ പെയിൻ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാഞ്ഞ ആ സമയത്ത് ശരിക്കും അമ്മ അമ്മൂമ്മ മാത്രമേ വീട്ടിലുള്ളൂ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തന്നത് ഈ പറഞ്ഞ എൻ്റെ അമ്മയും അമ്മൂമ്മയും പ്ലസ് എൻ്റെ സ്റ്റുഡൻസും അവരുടെ പേരൻസും ആയിരുന്നു അപ്പോൾ ഇവർ ഇത്രയും ദിവസവും എൻ്റെ വീട്ടിൽ വന്ന് അമ്മയെ കാണുമായിരുന്നു കാരണം അവർക്കൊരു എന്താണ് ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നാതിരിക്കാൻ ഇവരവിടെ ചെല്ലുമായിരുന്നു എൻ്റെ വീട്ടിൽ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് അങ്ങനെ അവരെ സമാധാനിപ്പിക്കുമായിരുന്നു അപ്പം അതൊരു വലിയ എനിക്കാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അവിടെ വരും അമ്മേനെ കാണാൻ വരുമ്പോഴൊക്കെ അത് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കാരണം ഇവർ പോട്ടെ ഇവർ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ആരും എന്നെ കാണാൻ വരരുത് ഞാൻ കാരണം ഇവർ വരാനിരിക്കുകയായിരുന്നു ഓ അതൊക്കെ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ ആരും വരരുത് ഞാനങ്ങ് വരുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവരാരും വന്നിട്ടില്ലായിരുന്നു പിന്നെ അമ്മ വരുമ്പോൾ ഈ വിശേഷങ്ങളൊക്കെ പറയും അപ്പോഴാണ് ഇവരെല്ലാവരും ഡെയിലി അവിടെ ചെല്ലുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസും പാരൻസും തന്നെയായിരുന്നു ശാലുവിനെ നന്നായിട്ട് അടുത്തറിയാവുന്ന അറിയാവുന്നത് ആൾക്കാർ അത് തന്നെ അവരൊരിക്കലും തെറ്റിദ്ധരിച്ചില്ല ഇല്ല ഇല്ല ഒരാള് പോലും ഇല്ല ഇല്ല അതെന്തൊരു എല്ലാവരും വലിയ പേടിച്ചു ഞാനിനി ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഈ അമ്മയെ വീട്ടിൽ നിന്ന് മാറി അങ്ങനെ നിന്നിട്ടില്ല ഇപ്പം നമ്മൾ ഷോസിന് പോകാൻ പുറത്തോട്ട് പോയാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല ഇന്ന് വരെ ഉം, അമ്മ ഉണ്ടാവും ഉം, അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് നമ്മൾ ഈ ഇത്രയും ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു എന്താവും ഇനി എന്തെങ്കിലും ഉം. ഈ ഡിപ്രഷനിൽ ആ എത്തിയിട്ട് അതാണ് വേറെ എന്താ അതൊത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ അപ്പോഴും നമുക്കൊരു ഇത് വിശ്വാസം ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങ് പിന്നെ മാറാൻ തുടങ്ങി ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആവാൻ തുടങ്ങി പിന്നെന്താ അപ്പം അങ്ങനെ വന്ന് പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള ഇതൊക്കെ അങ്ങ് മാറി തുടങ്ങി വരട്ടെ അല്ലെങ്കിൽ എന്നിട്ട് ഞാൻ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ക്ലാസ് എടുക്കാനാണ് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരെ ചെന്ന് പിറ്റേ ദിവസം സാറ്റർഡേയാണ് ഞാൻ വളരെ കൂളായിട്ടാണ് ക്ലാസ് എടുക്കാൻ പോയി അവിടെ പോയി കുറച്ച് കുട്ടികളൊക്കെ അന്ന് ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാനുള്ളവരെ വെച്ച് ക്ലാസ് എടുത്തു ഞാൻ ഫ്രീ ആയിട്ട് പഴയ പോലെ തന്നെ ഞാൻ തിരിച്ചു വന്നു ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ ഈ പോയവരൊക്കെ തിരിച്ചു വന്നു പോയവരെല്ലാം തിരിച്ചു വന്നു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പഴയതിലും കുറച്ചുകൂടെ ആക്റ്റീവ് ആയത് ഈ പോയി വന്നതിന് ശേഷമാണ് ശേഷമാണ് കുറേം കൂടെ ശാലുവിന്റെ ബ്രാഞ്ചസ് കൂടി കൂടി ശാലു കുറേം കൂടെ ഡാൻസിലും ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കാൻ അത് തുടങ്ങി തന്നെ അത് തന്നെ അറിയപ്പെട്ടു കൂടുതൽ ആൾക്കാർ അതെ അന്വേഷിച്ചു വന്നു പക്ഷെ ശാലു ഇപ്പൊ ശാലു പോയി വന്നതിന്റെ ശേഷം പിറ്റേ ദിവസം തന്നെ പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ശാലുവിന്റെ ഉള്ളിലോ ഒരു 10,000 ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവും ഞാൻ ചെന്നാൽ ആൾക്കാർ കുട്ടികളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും അതെല്ലാം പാരന്റ്സിനെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫേസ് ചെയ്യും ഇതെല്ലാം പക്ഷെ ഉണ്ടായിരുന്നു എങ്ങനെയാടാ പിന്നെ ആ പോവാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അതെന്താണെന്നറിയോ ഞാൻ ഇതെൻ്റെ ജീവിതം എന്ന് പറയുന്നത് നൃത്തമായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ തോന്നി ഇവരെന്തെങ്കിലും ചോദിക്കുക വേറെ എന്തെങ്കിലും ആൾക്കാർ കമൻറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു ആ, പക്ഷെ എന്നാലും ഞാൻ എന്താ ദൈവത്തിൻ്റെ ഒരു ശക്തി എന്ന് എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ചിലപ്പോൾ വല്ല ആത്മഹത്യ കാരണം എനിക്ക് അത്രയും പെട്ടെന്ന് അങ്ങനെ കട്ടിയുള്ളൊരു മനസ്സുള്ള ഒരാളൊന്നുമല്ല ഉം, അപ്പം പക്ഷെ എനിക്ക് ഈ പറയില്ലേ ഭഗവാന്റെ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ലപോലെ അറിയാം അങ്ങനെ ഞാൻ അവിടെ പിടിച്ചു നിന്നത് പക്ഷെ തിരിച്ചു വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിന്ന് കുട്ടികളോട് സംസാരിച്ച് ക്ലാസ് എടുക്കുന്നു അവർ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു ഞാനങ്ങ് പോവായിരുന്നു അത് എൻ്റെ ഒരു ശക്തിയുടെ ഭാഗമാണ് അങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോയത് ചോദ്യങ്ങളോ മറുചോദ്യങ്ങളോ ഒന്നിനെ ഫേസ് ചെയ്യേണ്ടി വന്നില്ല ഒന്നും വന്നിട്ടില്ല എനിക്ക് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും എനിക്കൊരു ബാഡ് കമൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നോ അങ്ങനെ അല്ലായിരുന്നോ എനിക്കൊന്നും ഇതുവരെ എനിക്ക് കേൾക്കാനിട വന്നിട്ടില്ല
അത് ഭയങ്കര ഒരു ഭാഗ്യം, ശരിക്കും ദൈവാനുഗ്രഹം തന്നെ ശരിക്കും പറയാം. ഭാഗ്യം തന്നെയാണ്. അതെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാലോ. ഇപ്പൊ അതിനുശേഷം പ്രോഗ്രാം വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സീസണിൽ ഒരു 10-20 പ്രോഗ്രാം ഞാൻ ചെയ്തു. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കമന്റ്സ് വരും, അല്ലെങ്കിൽ ഈ കൂവലും ബഹളം കാണും. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും. അതെ. ഒരു കമന്റ്സ്, എനിക്കൊരു ബാഡ് കമന്റ്സ് എനിക്ക് വന്നിട്ടില്ലെന്നുള്ള. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ കേട്ടിട്ട് ആരെങ്കിലും ക്യാൻസൽ ഒന്നും ചെയ്തോ? ക്യാൻസൽ ചെയ്തില്ല. ഞാൻ വന്നതിന് ശേഷമുള്ള ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം ഞാൻ കളിച്ചു എന്നുള്ള. ഓ ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. ഓ അതെന്തൊരു വലിയ ഭാഗ്യം. എന്നിട്ട് ചെന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു മോശം അനുഭവം ഒരു ഉണ്ടായിട്ടില്ല. മോശം അനുഭവം. നമ്മളങ്ങനെ പ്രതീക്ഷിച്ച പോയത് എന്തെങ്കിലുമൊക്കെ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം കേട്ടോ. ഒരു പക്ഷെ അങ്ങനെ നല്ലൊരു സൈഡിൽ നിന്ന് ഇത്ര നല്ലൊരു റെസ്പോൺസ് കിട്ടിയത് കൊണ്ടേ ഷാലുവിന് പെട്ടെന്ന് ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്നും റിക്കവറി കുറച്ചും കൂടി ഈസി ആയിട്ട് Easy പെട്ടെന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചില്ലല്ലോ, അതെ അതെ, ആ ഒരു അത് ധൈര്യം. ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അത്. അതേ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകർ തന്നെ ആയിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ അറിയാലോ, അത് മാക്സിമം എല്ലാവരും അത് യൂസ് ചെയ്തു, അതങ്ങനെ പോയി, അവരവരുടെ ജോലി ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പക്ഷേ അവിടെ നിന്ന സമയത്ത് ഇപ്പം ശാലു പറയണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ വരെ അതെ, തോന്നി എന്നുള്ളതൊക്കെ. അവിടെ നിന്ന സമയങ്ങളിലും ആ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ ശാലുവിനറിയാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാണ്ടാണ് ഇതായിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നു. അതെ അപ്പൊ ആ ജയിലിലൊക്കെ നിന്ന സമയത്തൊക്കെ എങ്ങനെയാ ഒരു ഈ തിരിച്ച് ഓക്കെ ഞാൻ ഇതാവാം കുറച്ചും കൂടെ സ്ട്രോങ് ആവാം എന്ന് ശാലുവിനെ പറഞ്ഞു മാറ്റിക്കുകയാണ്. അതെ 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 പക്ഷെ എങ്ങനെയാ ഒരു ശക്തി ശാലുവിനിൽ കിട്ടിയത്? കാരണം ഇത്രയും എനിക്കറിയാവുന്ന ശാലു അതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടിയാണ്. അതെ അതെ അതെ. ആ പാവം ശാലു മേനൻ എങ്ങനെയാ ഈ ഒരു ധൈര്യം എവിടുന്നാ? അത് ശരിക്കും എനിക്കറിയാം, അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്ന് ഒരു 2 ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം വേറൊരു സ്ഥലം, വേറെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. സോ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറെ അവിടെ നിന്ന് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു മോശം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഒരു അവിടെ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നും ഈ ജയിലിൽ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുമായിരുന്നു, ക്രിസ്ത്യൻസ് വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ കയറുമായിരുന്നു, ഞാൻ അവിടെ പോവായിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു. ഈ പള്ളിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു തുടങ്ങി ഞാൻ ക്രിസ്ത്യനിലോട്ട് മാറുമെന്ന്. കാരണം ഞാൻ പ്രാർത്ഥനകൾ പഠിച്ചു തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അവിടുത്തെ എന്നൊരു അച്ഛൻ വരും, അച്ഛൻ എനിക്ക് പോകുന്നൊരു ബൈബിളൊക്കെ തന്നു. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ കൂടുതൽ സമയം ഈ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ പോവായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറാൻ തുടങ്ങി. പിന്നെ ഈ ദൈവത്തിൻ്റെ ഒരു ശക്തിയും കൂടെ ഉണ്ടായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഓരോ സീരിയലുകളിൻ്റെ സെറ്റുകളിൽ പോയാലും സിനിമയുടെ സെറ്റിൽ പോയാലും ഓരോ സെറ്റിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അതെ അതേപോലെ അതൊന്നും അല്ലാത്ത പോലത്തെ ഏറ്റവും ഇത്തരത്തിലുള്ള മോശപ്പെട്ടെന്ന് നമ്മൾ ഏറ്റവും ഇങ്ങനത്തെ ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴും അവിടെ നിന്നും ശാലുമേനൻ പുറം ലോകത്തേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്നും കിട്ടിയ ഒരു അനുഭവം ശാലുവിനെ ഏറ്റവും കൂടുതൽ മാറ്റിയത് എന്തായിരിക്കാം? മാറ്റിയത് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു എന്താണ്, ഞാൻ ഓവറായിട്ട് എല്ലാവരും വിശ്വസിക്കുമായിരുന്നു. ഒട്ടും ബോൾഡ് അല്ലായിരുന്നു. അങ്ങനെയാന്ന് പറഞ്ഞാൽ ആണല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ പോയപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുറച്ച് ബോൾഡായി ഞാൻ. അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ രീതിയിൽ നിൽക്കണം, ആൾക്കാരെ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇങ്ങനെ ഞാൻ അതിനകത്ത് നിന്ന് കുറേ പഠിച്ചു. അപ്പോൾ അത് എനിക്ക് അവിടെ നിന്നുണ്ടായ ഒരു മാറ്റമായിരുന്നു. പിന്നെ ഞാൻ പക്ഷെ അതുകൊണ്ട് എല്ലാം നോക്കിയും ഒരു 3 തവണയെങ്കിലും ഞാൻ ചിന്തിക്കാതെ ചെയ്യില്ല. അത് പഠിച്ചു. ശരിക്കും ഒരു പക്വത. എനിക്ക് ഈ മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഈ സീരിയലിലെ എനിക്ക് വേറെ പ്രോഗ്രാംസ് അടുത്ത കാര്യങ്ങളൊന്നും, പക്ഷെ ഞാൻ ഈ സീരിയൽ ഞാൻ വീണ്ടും സീരിയൽ ജോയിൻ ചെയ്തു. സീരിയൽ സെറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ എന്തൊക്കെയാണോ പറയുന്നത്, വളരെ കൂടെ നിൽക്കുന്നവർ തന്നെ ആർട്ടിസ്റ്റുകൾ വളരെ മോശമായിട്ട് ഇങ്ങനെയുള്ള ഫോൺ ചെയ്തൊക്കെ. അപ്പം നമ്മളിതൊക്കെ ഞാൻ സ്പീക്കറിട്ട് വരെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ വീണ്ടും ഇതിനകത്ത് വിളിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷെ കാണുമ്പോൾ നമ്മളെ ഹായ് അവർ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു ഈ സീരിയൽ വന്നപ്പോൾ എനിക്ക് വീണ്ടും ജോയിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെപ്പറ്റി ഇത് ചോദിക്കുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ വേറെ ആർട്ടിസ്റ്റുകളെ കിട്ടാഞ്ഞിട്ടാണോ? അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ക്യാരക്ടറിന് പുള്ളിക്കാരി ആപ്റ്റാണ്, നമ്മൾ വിളിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈ പറയുന്നവർ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അത് പറയുന്നത് ആലോചിക്കണം.
അതൊക്കെ അതപ്പോ ശാലുവിനൊപ്പം എന്നാ പിന്നെ വേണ്ട ഇനി സീരിയൽ നിർത്താന്നപ്പോ തോന്നിയോ? ഇല്ല, തോന്നിയില്ല. തോന്നിയിട്ടില്ല. ഇല്ല, നിങ്ങള് വേണ്ട അഭിനയിക്കണ്ട, അത്രേ ഉള്ളൂ. ഞാൻ ഞാൻ വിചാരിച്ചു, ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നതേ ഉള്ളൂ. കാരണം കൂടെ നിന്നിട്ട് നമ്മളെ കാണുമ്പോൾ ഭയങ്കര കാര്യം, പക്ഷെ മാറി നിന്നിട്ട് ഇത് പറയുമ്പോൾ എനിക്ക് അവരെ പിന്നീട് ഞാൻ കാണുമ്പോഴൊക്കെ ഞാനതിങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചിരിക്കും, എന്നിട്ട് എങ്ങനെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്കൊന്നും അത് പറ്റുകയില്ല. എന്തിനുണ്ടെങ്കിൽ പറഞ്ഞു അവിടെ കഴിയുന്നല്ലാതെ. അങ്ങനെ കുറേ പേര്, കുറേ ആർട്ടിസ്റ്റിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ശരിയാണോ, പക്ഷെ ഞാൻ ലൈവായിട്ട് കേൾക്കുക സ്പീക്കറിൽ. ഞാൻ പിന്നെ അതിനെ ആയിക്കോട്ടെ ശരി, ഞാൻ ആ ചിരിച്ച് ഞാനങ്ങ് വിട്ടു. അതോടെ തന്നെ ഇങ്ങനെ കണ്ടിട്ട് കൊണ്ടുള്ളപ്പോൾ ശാലുവിനെ ചിരിച്ചു കാണിക്കുന്നതിൽ തന്നെ ഫേക്ക് ആയിട്ട് ചിരിക്കുന്നതും ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെയും അങ്ങനെയുള്ള പല തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരും ഒക്കെ ശരിക്കും ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും പറ്റുന്നുണ്ട്. അല്ലേ? മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ലപോലെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതിൽ തന്നെയും ഈ സീരിയലിൽ ഞാൻ വേറൊരു ഇത് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേറൊരു ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അധികം ആൾക്കാർക്ക് ആർക്കും ജെല്ലായി പോകാൻ പറ്റില്ല. അധികം ആൾക്കാർ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് അവരുമായിട്ട് അങ്ങ് എല്ലാവരും ഉടക്കി പിരിഞ്ഞു പോകും. പക്ഷെ അവിടെയും ശാലു മേനൻ എത്തിക്കഴിഞ്ഞപ്പോൾ ശാലു അവരുമായിട്ട് വളരെ സ്മൂത്ത് വെറുതെ ആയിട്ട്. പറയുന്ന അത് എനിക്ക് ആളെ മനസ്സിലായി. ആ, അതെന്താ? അതെന്താ വെച്ചാല് പുള്ളിക്കാരി ശരിക്കും ഒരു ബേസിക്കലി പാവമാണ്. പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യും, സംസാരിക്കുന്നു എന്നല്ലാതെ പുള്ളിക്കാരി അടുത്തറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരെ നല്ലൊരു സ്ത്രീയാണ്. അവരുടെ മകന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു പുള്ളിക്കാരി. പിന്നെന്താണ്, ഇപ്പം എൻ്റെ കൂടെ ചേച്ചി അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 4 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ആ സീരിയലിൽ ശരിക്കും ഞാനും പുള്ളിക്കാരിയും ഉള്ളൂ ആ 4 വർഷം ഉണ്ടായിരുന്നു. ബാക്കി ഒരുവിധപ്പെട്ട നായിക നായകൻ എല്ലാവരും മാറി. അത് പുള്ളിക്കാരിയാണെങ്കിലും പറയും, ഞാൻ എല്ലാവരും പുള്ളിക്കാരെ സ്നേഹിക്കും, അവർക്ക് സാധനം മേടിച്ചു കൊടുക്കും, അങ്ങനെ ഇതെല്ലാം ചെയ്യും. അപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ എല്ലാ സെറ്റിലും പോയാലും ഞാൻ വരും, ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കാണുമ്പോൾ അന്ന് സംസാരിക്കും. പിന്നെ നമുക്ക് കൂടെ പോയി ഇരുന്ന് ഇങ്ങനെ അവരുടെ കുറ്റം പറയേണ്ട കാര്യങ്ങളില്ല. ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല. ഞാനപ്പോൾ എന്തെങ്കിലും മാറി നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഒത്തിരി ഉണ്ടല്ലോ, സ്കൂള് കാര്യങ്ങളൊക്കെ. അപ്പം എന്നിട്ട് ഇവരെല്ലാം കളിയൊക്കെ ചെയ്യും, ശാലു ഉണ്ട് മാറി ഡാൻസ് കാര്യങ്ങൾ. അപ്പം നമുക്കത് തന്നെ ചിന്തിക്കാനുണ്ട്. ഞാൻ നമ്മുടെ മാക്സിമം ഈ ഗ്രൂപ്പായിട്ട് പോയിരുന്നുള്ള ചർച്ചകൾക്ക് വളരെ പോവാറില്ല. അപ്പോൾ ഈ രേഖ ചേച്ചിക്ക് ഇവരോട് ഭയങ്കര കമ്പനിയാണ്. അപ്പം എന്നോട് ചോദിക്കാൻ നീ ഇങ്ങനെ ഞാൻ പറഞ്ഞ അല്ലേ ചേച്ചി നിങ്ങൾ സംസാരിക്കും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അല്ലാതെ നമുക്ക് ഞാനിങ്ങനെ പറഞ്ഞ് നിൽക്കും. അങ്ങനെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ എല്ലാവരും എനിക്ക് ഓവറായിട്ട് സ്നേഹിക്കും രേഖ ചേച്ചി. രേഖ പേര് പറഞ്ഞതിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ സ്നേഹിക്കും. പക്ഷെ ലാസ്റ്റ് ഇത് എങ്ങനെയാണ് ഇത് തെന്നിപ്പോകുന്നത്, ലാസ്റ്റ് പിന്നെ പുള്ളിക്കാരി ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു. ഇവരിതൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഇവർ വെറും പാവം സ്ത്രീയാണ്. അവരടുത്തറിയാഞ്ഞിട്ടാണ് ശരിക്കും. അപ്പം അവര് പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്കറിയാം ശാലുവും അവരും തമ്മിൽ നല്ല അടുപ്പ ബന്ധമാണ്. ശാലുവിന് വളരെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് അല്ലേ? അപ്പം ഇവരുമായിട്ട് ഇങ്ങനെ അടുക്കുന്നതിന് മുമ്പേയും ഇവരെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടെന്നൊക്കെ ശാലുവിന് അറിയായിരുന്നു. മറ്റേ ഇടയ്ക്കത്തെ പുള്ളിക്കാരിക്ക് ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ വന്ന് അതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, നമുക്ക് ഇതിന്റെ ഒന്നും കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ല. നമ്മൾ ഈ കേൾക്കുന്നല്ലേ അറിയുള്ളൂ. ഇപ്പൊ പുള്ളിക്കാരെ പറ്റി വളരെ മോശമായിട്ട് മറ്റേ കല്യാണ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ സത്യം പറഞ്ഞാൽ അവർക്ക് അറിയത്തുള്ളൂ. നമ്മളീ പുറത്ത് കേൾക്കുന്നവരെന്താ ഇതങ്ങ് അവരങ്ങ് ഫിക്സ് ചെയ്യാൻ ഉറപ്പിക്കുക ഇവരിങ്ങനാണ്. നമ്മളിതിന്റെ കറക്റ്റ് കാര്യം അറിയാതെ നമ്മൾ പറയരുത് ആരും. ഇവൻ എൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് അനുഭവം ഉണ്ടല്ലോ. നമ്മൾ തെറ്റ് ചെയ്തത് നമുക്കറിയാം, പക്ഷെ പുറത്തുള്ളവർ അതങ്ങ് ജഡ്ജ് ചെയ്യാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പുള്ളിക്കാരി അവര്. അതങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് ധരിപ്പിക്കുക. പക്ഷെ അവരങ്ങനത്തെ ഒരു ഒത്തിരി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവരുമായിട്ട് സീരിയലിലാണ് ശരിക്കും പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സാഹചര്യങ്ങളിൽ ഇവരുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ സ്ട്രഗിൾ ചെയ്ത് അവർ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും നമ്മൾ ആരും പറയുന്ന കേൾക്കാൻ തരാം. എനിക്ക് തന്നെ ഓൾറെഡി അറിയാം. ഞാനതുകൊണ്ട് അവരെ മനസ്സിലാക്കി തന്നെ, അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പുള്ളിക്കാരി എന്നോട് ചോദിക്കും, സത്യം പറയുകയാണെങ്കിൽ ശാലു നിന്ന പോലെ ഞാനങ്ങ് നിന്നാൽ മതിയായിരുന്നു വന്നപ്പോൾ തൊട്ട്. കാരണം എല്ലാവരും കാണുന്നു, സംസാരിക്കുന്നു, ആർക്കും ഒരു പ്രശ്നമില്ല കാര്യങ്ങൾ. ഞാൻ പിന്നെ എല്ലാവരെയും അങ്ങ് കുള്ളാസ് എനിക്കിട്ട് തന്നെ പണിയും കിട്ടും. ഇതെപ്പോഴും പറയും പുള്ളിക്കാരി. എന്നാലും പുള്ളിക്കാരി സ്നേഹിക്കും. പക്ഷെ ലാസ്റ്റ് പുള്ളിക്കാരിക്ക് അടുത്ത് കറങ്ങി തിരിഞ്ഞവരെല്ലാം തെറ്റിപ്പോവുകയും ചെയ്യും. എന്നാൽ എല്ലാവർക്കും ഉപകാരിയാണ്. ഉപകാരി തന്നെ എല്ലാം ചെയ്തു കൊടുക്കും. സാമ്പത്തികം അവർക്ക് പറ്റുന്നില്ല, അത് ചെയ്യും. ഫുഡാണല്ലോ എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ കറങ്ങി തിരിഞ്ഞത് ചിലരുടെ ഓരോ ഇത്, പ്രത്യേകിച്ച് ആ കല്യാണത്തിന്റെ ഇതൊക്കെ വന്നപ്പോൾ ആൾക്കാർ ഒരുപാട്, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം ആൾക്കാർ ഇങ്ങനെ ഇട്ട് മോശം പറഞ്ഞത് അങ്ങനെ ഒരു ആള് തന്നെയാണ്. ഇപ്പൊ ശാലുവിന് ഇപ്പൊ ഒരുപക്ഷെ ശാലുവിനും ആ സ്റ്റേജിലൂടെ
ചെയ്യാത്ത കാര്യത്തിന് അതെ അതെ നമുക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് ശാലുവിന് കുറച്ചും കൂടെ അതെ. ഒരു എന്താ പറയാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരി. കുറച്ചും കൂടെ അവിടെ എംപത്തറ്റിക് ആയി അതെ സിറ്റുവേഷൻ അതെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഇന്നിപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ എന്നല്ല, വേറെ ഏതൊരു വിഷമമായിട്ട് വേറൊരാൾ മുന്നിൽ വരുമോ, അല്ലെങ്കിൽ എല്ലാവരും ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്ത് കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് തോന്നുന്നു ശാലു അതിലൊന്നും ഇപ്പൊ വിശ്വസിക്കുന്നില്ലാതെ ഇല്ല അവരിലെ ജെനുവിനിറ്റി എന്താണ് ചുമ്മാ എല്ലാരും പറയുന്ന കേട്ടിട്ട് ആരെയും ജഡ്ജ് ജഡ്ജ് ഞാൻ ചെയ്യാറില്ല, കാരണം നമുക്ക് തന്നെ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ അതനുസരിച്ച് എല്ലാരെയും കാണത്തുള്ളൂ. ഉള്ളൂ. എന്നിട്ട് ജെനുവിനായിട്ട് ശാലുവിന് അവരെ മനസ്സിലാക്കി അവരിലെ അത്രേ ഉള്ളൂ. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രേ ഉള്ളൂ. മാത്രമാണ് അല്ലേ? അത്രേ ഉള്ളൂ. അത് നമ്മുടെ ലൈഫ് നമുക്ക് തരുന്ന ഒരുപാട് വലിയ എന്നാൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന ഇപ്പം പത്രക്കാരൊക്കെ ആണെങ്കിലും പലരും എൻ്റെയൊക്കെ വളരെ മോശമായിട്ടൊക്കെ എഴുതിയൊരു സമയമുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഈ മോശ സ്റ്റേജ് കഴിഞ്ഞ് നല്ലൊരു സ്റ്റേജിലോട്ട് നമ്മളിപ്പോൾ കേസെല്ലാം നമ്മൾ അല്ലെങ്കിൽ വിട്ടു, പക്ഷേ അപ്പോഴത്തേക്ക് ഇവരാരും എന്താണ് തിരിച്ച് വരുന്നില്ല. പ്രതികരിക്കാത്ത, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് സോൾവ് ആയെന്ന് പറഞ്ഞു ഒരാളും ഇടില്ലല്ലോ. പറയുന്നില്ല. അതില്ല, ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്യും. എന്നിട്ട് അത് തിരിച്ച് നമ്മൾ നോർമൽ സ്റ്റേജിൽ വരുമ്പോൾ ആദ്യം തന്നെ ആ ഒരു ഇതുണ്ടായിരുന്നു, അതെന്തുകൊണ്ട് പിന്നെ തരുന്നില്ല. എല്ലാവരും ഇപ്പൊ ദിലീപേട്ടൻ്റെ കാര്യമാണെങ്കിലും നമുക്കറിയാലോ എന്തൊക്കെയായിരുന്നു. ഇതെല്ലാം മാക്സിമം അവരെ കൊല്ലാക്കൊല ചെയ്തിട്ട് പിന്നെ തിരിച്ചവർ നല്ല രീതിയിൽ എത്തി, അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടു. നോർമൽ സ്റ്റേജ് വരുമ്പോൾ എന്തുകൊണ്ട് ഇത് തിരിച്ചു വരുന്നില്ല? പിന്നെയും കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ മാത്രം. അപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയോട് ശാലുവിനും വെറുപ്പോ ദേഷ്യമോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ശരിക്കും ആദ്യ കാലങ്ങൾക്ക് എനിക്ക് ഇവർ കാര്യം അറിയാതെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം, ദേഷ്യമല്ല. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു അവരുടെ ജോലി അവർ ചെയ്യുന്നു, അങ്ങനെ ഞാൻ പിന്നെ മോശം പറയുമ്പോഴാണ് അവർക്ക് ഞാൻ വിചാരിച്ചു അവരുടെ ജോലി ശരി അവർ ചെയ്യട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് നമ്മൾ പിന്നെ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തു. അതിലുപരി എനിക്ക് ഈ പത്രം മീഡിയാസ് അല്ലെങ്കിൽ ഈ പത്രക്കാരാണ് കൂടുതൽ. ശരിക്കും ഞാൻ കൊച്ചിലെ തൊട്ടേ മത്സരത്തിന് പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെന്നിട്ട് പറയുകയും ചെയ്യും ഞങ്ങൾക്ക് നിവൃത്തിയില്ല മോളെ എന്ന് പറയും, കാരണം അവരുടെ തൊഴിലിൻ്റെ ഭാഗമായത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടാ, സാരമില്ല, നിങ്ങളുടെ മീഡിയ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ ചെയ്യുന്നു, എനിക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞ് ഒരു എൻ്റെ കേസിൻ്റെ സമയത്താണെങ്കിൽ ഒരു വളരെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടുള്ളൊരു ചേട്ടനാണ്. പുള്ളിക്കാരന് പിന്നെ ഇപ്പം ചാനലിലാണ് പുള്ളിക്ക് എൻ്റെ പുള്ളിക്ക് കാണാൻ വയ്യ, എൻ്റെ പുള്ളി ഇത് റെക്കോർഡ് എടുത്തില്ല. ഈ അറസ്റ്റിൻ്റെ സമയത്ത് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റി, കാരണം പുള്ളിക്ക് അത് പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പയ്യനെ അവിടുന്ന് വിട്ടു, പിന്നെ ഇപ്പോൾ വീണ്ടും റീജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. അത് ഒരു വ്യക്തിയുടെ കാര്യം. മറ്റൊരു വ്യക്തിയുടെ കാര്യം ഇപ്പൊ ശാലു പറഞ്ഞുണ്ടായി, അവർക്ക് നിവൃത്തികേടിന്റെ പുറത്ത് അവർ എടുക്കുന്നുണ്ട്, അവരിങ്ങനെ ചെയ്യുന്നു. പക്ഷെ ശാലുവിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു പെയിൻ ഉണ്ടാവില്ലേ? എന്നെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ പോലും അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്കെതിരെ അവർ എഴുതുമ്പോൾ എന്നാൽ അത് എന്തായാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടാവില്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഞാനതല്ലേ പറഞ്ഞ ഇപ്പൊ റീസെന്റ് ഞാൻ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഗുരുപൂജ പുരസ്കാരം ഇത് ഓൾറെഡി പ്രഖ്യാപിച്ചു. അപ്പം നമ്മളെന്താ പിറ്റേന്ന് ഇത് പത്രത്തിൽ വരുമ്പോൾ ഒരു സന്തോഷമായിരിക്കും, ഇത് കാണാനുള്ളൊരിതുണ്ടല്ലോ. അപ്പം ഞാൻ നടക്കാൻ പോകും, രാവിലെ നടക്കാൻ പോയി ഞാൻ നേരെ വന്ന് പത്രം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും മനോരമയിൽ ഫോട്ടോ കണ്ടു. പിന്നെ പിന്നെ എല്ലാ പത്രവും വാങ്ങിക്കാൻ, പണ്ട് മത്സരത്തിന് ഇങ്ങനെ ആയിരുന്നു എല്ലാ പത്രവും. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വേറെ ഓരോ പത്രത്തിൽ നോക്കിയപ്പോൾ എൻ്റെ മാത്രം ഇല്ല, എൻ്റെ പിക്ചർ ഇല്ല അതിനകത്ത്, എൻ്റെ മാത്രം. ബാക്കി എല്ലാവരുടെയും ഉണ്ട്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതാ ഞാൻ പറയുന്നത്, നമ്മളെ ഈ പറഞ്ഞ പല സ്ഥലത്തുനിന്ന് അവഗണിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിൻ്റെ പുറത്തായത്? ഈ ഒരു അവാർഡ് എനിക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സർക്കാരിൻ്റെ ഒരു അവാർഡാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്, ഗവൺമെൻറ് ഒരു അവാർഡ്. അപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ചില പത്രങ്ങളിലൊന്നും എൻ്റെ ഫോട്ടോ ഇല്ല, ബാക്കി എല്ലാം. അപ്പം ഞാൻ നോക്കി, എനിക്ക് എൻ്റെ കണ്ട് ഫുള്ള് നോക്കി, എനിക്ക് ഇപ്പുറത്തെ സൈഡ് വല്ലതും ഉണ്ടോ? ചില പത്രങ്ങൾ ചിലരിട്ടിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ ചില പത്രങ്ങളിൽ ഇതൊഴിച്ച് ബാക്കി എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ക്രൂശിക്കുന്നത് ശരിക്കും പറഞ്ഞല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പോട്ടെ, അത്രേ ഉള്ളൂ. ശാലു അന്വേഷിച്ചിട്ടില്ല, അവരോട് വിളിച്ചു. ഞാൻ ഒരു പത്രത്തിൽ ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ ഞാൻ അന്വേഷിക്കാമെന്ന്. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യമായിരുന്നു, നിങ്ങൾ എന്തിൻ്റെ പുറത്താണ് ഇത് ഇടാതിരുന്നതെന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഡിസ്കസ് ചെയ്യാൻ. പിന്നെ വിവരമൊന്നും കിട്ടിയില്ല. ജൂറിക്കോ അല്ലെങ്കിൽ സർക്കാരിന് യാതൊരു പ്രശ്നം, ഗുരുപൂജയുടെ അവാർഡ് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. അവർ വളരെ സന്തോഷത്തോടെ എനിക്ക് പ്രഖ്യാപിച്ചു. പക്ഷെ പത്രത്തിലെ ഫോട്ടോ ഇടാനാണ് അവർക്ക് പ്രശ്നം. ഈ ഒരു
സ്പിരിറ്റ് അന്ന് അറസ്റ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഈ നല്ല കാര്യങ്ങൾ വരുമ്പോൾ കൂടി ഇവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, അതെ അല്ലേ? അതെ. ഇപ്പൊ അതില്ല, മോശം മാത്രം എല്ലാം വരും, നല്ലൊരു സംഭവം വരുമ്പോഴത്തേക്കും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും എന്തായാലും ഞാൻ ഈശ്വരനെ വിളിക്കുന്നത് ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആയിക്കോട്ടെ, അവരവർ ചെയ്യുന്നതിന് പോലെ അവരവർ തന്നെ അനുഭവിക്കും, അത്രേ ഉള്ളൂ. ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണോ ഒരു അധ്യാപിക എന്നുള്ള രീതിയിലാണോ ശാലുവിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു തൃപ്തി നൽകുന്നത്? എനിക്ക് അധ്യാപിക എന്നുള്ളതില്ല. ആണോ? അതെ. ആൻഡ് കൂടുതൽ നല്ല ഓർമ്മകൾ തന്നിരിക്കുന്നതോ? ഓർമ്മകൾ തന്നിരിക്കുന്നത് ശരിക്കും ആക്ടിങ് വൈസും ഉണ്ട്, ഡാൻസിൻ്റെ, അത് രണ്ടും ഉണ്ട്. എനിക്ക് അങ്ങനെ രണ്ടിലും ഉണ്ട്. ഒരെണ്ണമായിട്ട് പറയാൻ പറ്റും, രണ്ടിലും ഉണ്ട് ഒരുപാട് അനുഭവങ്ങൾ. കുട്ടികളൊക്കെ എല്ലാരും ഡാൻസും സ്കൂളിൽ കുട്ടികൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഡാൻസിൽ തന്നെ പുതിയതായിട്ട് ഓരോന്നും ചെയ്യുക, ഇതൊക്കെ തന്നെയാണോ മുമ്പോട്ട് കാണുന്നത്? അതെ, ഇതൊക്കെ തന്നെയാണ്. ആണ്. അതെ, ബിഗ് പുതിയ ബോസ് പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതെല്ലാം ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള Dance തന്നെ related. ചെയ്യാനാണ് അതെ, കൂടുതൽ താല്പര്യം. അതെ, അതെ. ഓരോ വർഷത്തെയും ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പം ഒരുപാട് നാളുകളായിട്ട് ശാലു മേനൻ ഈ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ തീർച്ചയായും അറിഞ്ഞിട്ടേ ഉള്ളത്. എന്നെ വിളിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം വിളിച്ചിരുന്നു. ആണോ? 2 പ്രാവശ്യം വിളിച്ചത്, കഴിഞ്ഞ വർഷം ഒന്നും വിളിച്ചു, അതിന് മുമ്പ് 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇല്ല, നമുക്കൊന്നും പറ്റില്ല അതൊന്നും. ആണോ? ഒട്ടും ഇല്ല, താല്പര്യം എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യം. കാണാറുണ്ടോ ആ ഷോ? കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ആ. പക്ഷെ എന്നാലും ഫുൾ ടൈം ഒന്നും ഞാനിത് കാണാറില്ല. ഉം. പിന്നെ എനിക്ക് അതിനോടൊന്നും എനിക്കൊന്നും പറ്റില്ല അതൊന്നും. അല്ല, അത് പോവാതെ അങ്ങനെ തോന്നി എന്നാലും നമുക്ക് എനിക്കറിയാമല്ലോ, അപ്പൊ നമുക്കിതൊന്നും പറ്റത്തില്ല ഇത്. വേണ്ട. ഞാൻ അങ്ങനെ ഒഴിവാക്കിയതാ. ആണോ? അതിൽ പോയാൽ വേറെയും ശാലുവിന് വളരെ അടുപ്പമുള്ള ആൾക്കാർ അതിൽ പോയിട്ടുണ്ടാവില്ലേ? ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോ അവരുടെ അനുഭവത്തിൽ അവരെന്താ പറയണേ? ശാലു നിനക്ക് പറ്റുവോ പറ്റില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും? ശരിക്കും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല. ഉം. പിന്നെന്താണ്, ഞാൻ ആ ഷോ കാണുമ്പോൾ എനിക്ക് തന്നെ സ്വയം അറിയാം, ഞാൻ അല്ലെങ്കിൽ ഇതിന് പോയാൽ, എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് പോയാൽ ഞാൻ ശരിയാവില്ല എന്നെനിക്ക് സ്വയം അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ വലിയ ബലം കൊടുത്തിട്ടേ ഇല്ല. ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും എൻ്റെ ഫോട്ടോ വരും കൃത്യമായിട്ട്. കറക്റ്റ് വരും. പ്രഡിക്ഷൻ ലിസ്റ്റില് കൃത്യമായിട്ട് വരും. ഞാനൊക്കെ അത് കേൾക്കാറുണ്ട്. ഈ പ്രാവശ്യം ശാലു ഉണ്ട്, ശാലു ചോദിക്കാറുണ്ട്, ഒത്തിരി പേര് വിളിച്ച് ഈ വർഷത്തിലുണ്ടല്ലേ. ആ. ഞാനില്ല. ഇല്ല. അപ്പൊ ഇനി അത് പ്രതീക്ഷിക്കേ വേണ്ട. അതില്ല. പിന്നെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ശാലു മേനന്റെ പേരാരും ഇല്ല, പറയേ അതെ, വേണ്ട. അതെ, അതെ. സുഹൃത്ത് ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ എത്രത്തോളാണ് ശാലു? സുഹൃത്ത് ബന്ധങ്ങൾ ശരിക്കും വളരെ കുറവായിരുന്നു, ആയിരുന്നു. ഉം. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റുഡൻസും എൻ്റെ പേരൻസും ഒക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഉം. അപ്പോൾ ഇപ്പോൾ അവരുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. ഉം. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ യാതൊരു ഞാനും അമ്മ അമ്മൂമ്മ എന്നുള്ളൊരു ലോകം. ഉം. അപ്പം പുറത്തോട്ടുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. ഉം. ഇപ്പം പക്ഷെ അതല്ല, ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഇറങ്ങി, ഇപ്പോൾ അവരും ഒക്കെ ആയിട്ടൊക്കെയാണ് അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഇപ്പോൾ ഉണ്ട്. ഉം. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട്. അതെ, അതെ, അതെ. ഇവരാണ് കൂടുതലെന്നേ ഉള്ളൂ. ഓ, ഈ okay. കുട്ടികളും പേരൻസും ഒക്കെയാണ് Parents ആണ് ഏറ്റവും കൂടുതൽ. കൂടുതൽ. അതെ, കൂടെ അഭിനയിച്ചവരിൽ അങ്ങനെയുള്ള ഒരു കൂടെ friendship ഉണ്ടോ? അഭിനയിച്ചവരെ ഇല്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെ, ഞാൻ എല്ലാവരോടും കാണുമ്പോൾ ഇപ്പോഴും കാണുമ്പോൾ അല്ലാതെ ഞാനിങ്ങനെ കുത്തിയിരുന്ന് വിളിക്കാണ്. പിന്നെയും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു രേഖ ചേച്ചിയായിട്ട് കുറച്ചും കൂടെ രേഖ ചേച്ചി ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരു ഫുൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറവാണ്. സിനിമയിലും സജീവമായിട്ട് നല്ലൊരു ക്യാരക്ടർ വന്നാൽ അഭിനയിക്കാൻ തീർച്ചയായിട്ടും. ആഗ്രഹമുണ്ട്. അത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പറ്റില്ല. നല്ല ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ചെയ്യണമെന്ന് അതുപോലെ ആഗ്രഹമുണ്ട്. ചിലപ്പം അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ആരോടെങ്കിലും ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്യാറില്ല. വിളിച്ച് ഞാൻ പരിചയമുള്ള അങ്ങനെ ഡയറക്ടേഴ്സോ? പരിചയമുള്ളവരൊക്കെ ഉണ്ട്, ഞാൻ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ. എനിക്ക് അങ്ങനെ ഈ വിളിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് തരാൻ പറ്റും, ഇങ്ങനെ ശരിക്കും എനിക്ക് എന്തോ അങ്ങനെ ഒരു ഈ ഇടിച്ചു കയറി ചോദിക്കാൻ ചോദിക്കുന്ന മടിയാണോ? ഒരു സ്വഭാവം ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതേ അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്ക് അങ്ങനെ ഒരു പണ്ട് തൊട്ടേ ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ഒരുപാട് ഡാൻസിന്റെ റീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, അതെ. കൂടുതലായിട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത്രത്തോളം കാണുന്നില്ലല്ലോ. ഇപ്പം ആക്ച്വലി ഈ സീസൺ വരുന്ന സമയമാകുമ്പോൾ നമ്മള് ആ. കുറച്ചൊക്കെ ഞാനൊന്ന് വലിക്കുന്ന ബാക്കിൽ, കാരണം എല്ലാം കൂടെ പറ്റൂല ഓ. നടക്കുന്നത്. പിന്നെ ഫോട്ടോഷൂട്ട് കുറച്ചൊക്കെ ഇപ്പൊ ഒരു 1.5 മാസമേ ഉള്ളൂ, ഞാൻ മറ്റേ ഫോട്ടോഷൂട്ട് കുറച്ച് ഉം. ഏറെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സീസൺ ടൈം ആകുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഈ സ്കൂളിൻ്റെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉം. ഞാൻ ഒന്ന് കുറയ്ക്കുന്ന അങ്ങനെ. ഉം. അതെ. ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ ഏറ്റവും വേണ്ട നല്ല 3 ക്വാളിറ്റി എന്താ തോന്നണേ? ഇപ്പൊ എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. മൊത്തം ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? മൊത്തം ഇപ്പൊ 600ഓളം കുട്ടികളുണ്ട്. ആ. ബ്രാഞ്ചസ് 7 6 അല്ലേ? 6 6. ഓക്കെ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു അധ്യാപിക, എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചർ ആയിരിക്കും. എന്താ കാണുന്നത്? ഞാൻ ആസ് എ ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിള്ളേരോട് നല്ല കമ്പനിയാണ്, ഉം. പക്ഷെ ഞാൻ സ്ട്രിക്റ്റുമാണ്. ഉം. വഴക്ക് പറഞ്ഞിട്ടാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂടെയുള്ള ഈ കുട്ടികൾ പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും എല്ലാവരും ഒരു
11 വർഷം 12 വർഷമായ കുട്ടികളാണ്. ഓ അത് എനിക്ക് തോന്നുന്നു അവർക്ക് എന്നോടുള്ള ഇഷ്ടം, പിന്നെ എനിക്കും അവരുമായിട്ടുള്ളൊരു, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവരോട് കുറേ നേരമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഉം. അങ്ങനെയൊക്കെ പോവുള്ളൂ. അപ്പം കുട്ടികൾക്ക് അതനുസരിച്ചൊരു ഭയങ്കര, പിന്നെന്താണ് ശരിക്കും സാധാരണഗതിയിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുകയാണെങ്കിൽ അവരുടെ പേര് വെക്കും, പക്ഷെ അവർക്ക് എപ്പോഴും വരാൻ പറ്റിയെന്ന് അതെ വരില്ല. കാരണം തിരക്കുള്ളവരാണെങ്കിൽ പിന്നെ ഒട്ടും നടക്കില്ല. പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ തിരക്കില്ല എന്നല്ല, തിരക്കുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ക്ലാസ്സിനൊരു എന്താണ് റെസ്ട്രിക്ഷൻ വെക്കാറില്ല. ഇനി എന്തുണ്ടെങ്കിലും ക്ലാസ് എടുത്തിട്ട് ഞാൻ പോകും. കാരണം നമ്മുടെ പേരിൽ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വല്ലവരെയും കൊണ്ട് വെച്ച് പഠിപ്പിച്ചിട്ട് നമ്മൾ അത് ചെയ്യുന്നത് ശരിയല്ല. ശരിയല്ല. സോ അത് എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാം. കാരണം അത് എപ്പോഴും പേരൻസ് ആണെങ്കിലും പറയും, ടീച്ചർ ഇത്രയും പ്രോഗ്രാം, ഞാൻ ഈ പ്രോഗ്രാം ചിലപ്പോൾ 3 മണിക്കൊക്കെ ആയിരിക്കും വരുന്നത്, എന്നാലും ഞാൻ 6:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും രാവിലെ, എന്നും എല്ലാ ശനി ഞായറും 6:30 ആകുമ്പോൾ ഞാൻ വിടി വരിക, വെളുപ്പിനെ കുളിക്കുക, ഞാൻ റെഡിയായിട്ട് ഞാൻ ക്ലാസ്സിന് പോകും. അപ്പോൾ ഇത് ഇവർക്ക് ഭയങ്കര, കാരണം ടീച്ചർ ഇത്രയും നമ്മൾ ഉറക്കളച്ചിട്ട് വന്നിട്ടാണെങ്കിലും ക്ലാസ്സിനൊരു ഒരു എന്താണ് വ്യത്യാസമോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചിലർ വിളിച്ച് പറയാം അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ എന്നൊക്കെ പറയുമല്ലോ, അതെ. അല്ലെങ്കിൽ മറ്റേ ടീച്ചറിനെ കൊണ്ട് പഠിപ്പിക്കും. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മുടെ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കുട്ടികൾ വരുന്നത്. അതെ. അപ്പം നമ്മൾ അത് മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ട് പഠിപ്പിക്കുന്നത് ശരി. അപ്പം ഞാൻ അതിന് വേണ്ടി നല്ലപോലെ റിസ്ക് എടുക്കും. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഇവർക്ക് എന്നോടുള്ളൊരു ഇഷ്ടവും. ഈ 11 വർഷം 12 വർഷമായ കുട്ടികൾ പോവാതെ നിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ നിൽക്കുന്നൊരിതുണ്ടല്ലോ. 600 കുട്ടികളും ഇന്നത്തെ ഇപ്പൊ 12 വർഷമായിട്ടുള്ള കുട്ടികളും ഓരോ ദിവസവും പുതിയ പുതിയ കുറെ ഇപ്പത്തെ നമ്മുടെ ജെൻസി കിഡ്സും നമ്മുടെ ഇപ്പത്തെ ആറ്റിറ്റ്യൂഡ്, ഇപ്പത്തെ പിള്ളേരുടെ രീതിയൊക്കെ നമ്മളെ പോലെയല്ല. അവരുടെ അടുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ കൂടുതലായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളെ കൊണ്ടുവരുന്ന കുറെ പാരന്റ്സിനും എന്റെ മോളെ അങ്ങനെ വഴക്കൊന്നും പറയണ്ട, എന്റെ മോളെ സോഫ്റ്റ് ആയിട്ടുള്ള മാത്രമുള്ള രീതിയിൽ അവർ ചില കുട്ടികളെ നമ്മൾ അവർ പ്രാക്ടീസും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നമ്മളും ഒരു ഇതാണ് ഇപ്പൊ ഇത്രയും സ്ട്രെയിൻ എടുത്താണ് പഠിപ്പിക്കുന്നത്. എത്രയോ എന്താ പറയാ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഇത്രയും ബ്രാഞ്ചസിൽ ഓടി എത്തുമ്പോൾ ആ കുട്ടികളിൽ നിന്നും ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലായിട്ട് പഠിപ്പിക്കാൻ തോന്നുക. അല്ലാത്ത തരത്തിലുള്ള കുട്ടികളും തീർച്ചയായിട്ടും ഷാലു ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇത്തരം സിറ്റുവേഷൻസ്, ഇത്തരം പാരന്റ്സിനെയൊക്കെ വരുമ്പോൾ ഒരു ഗുരു എന്നുള്ള രീതിയിൽ ഷാലുവിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാൻ ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, പിന്നെ വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ ഇഷ്ടത്തിൽ കൊണ്ടുവിടുന്ന കുട്ടികളുമുണ്ട്. അപ്പം നമുക്കിത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. ഇവരുടെ ഒരു 1 മന്ത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അറിയാം. ഞാൻ അവിടെ വരുന്ന നമ്മുടെ അവിടെ ഞാൻ അങ്ങനെ കോമ്പറ്റീഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല. മാക്സിമം പ്രോഗ്രാംസ് ചെയ്യിക്കും. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരും, കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ തന്നെ ഞാൻ പറയും, ഇവിടെ മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല, അത് കണ്ടുകൊണ്ട് വരരുത്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. വർഷങ്ങൾ സമയത്ത് ചിലപ്പോൾ അരങ്ങേറ്റം നടത്തും. അപ്പം ചിലർ വന്ന് ചോദിക്കും 2 മാസത്തിലുള്ള അരങ്ങേറ്റം, ഒന്നും നടത്തില്ല. സമയം എടുത്ത് അവരായെങ്കിൽ മാത്രം അരങ്ങേറ്റം നടത്തും. ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ചില കുട്ടികൾക്ക് അതിനുള്ളൊരു ടാലന്റ് കുറവായിരിക്കും. ഇനി എത്ര വലിയ ആളുകളുടെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടാലും നമുക്ക് അത്രയും ടാലന്റ്. അപ്പം ഞാൻ എന്ത് വെച്ചാൽ ഞാനത് അവരെ അറിയിക്കും. കാരണം നമ്മളത് അറിയിക്കാതെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ ഫീസ് വാങ്ങിക്കാൻ വേണ്ടി പഠിപ്പിക്കും, അത് ശരി. കാരണം ആ കുഞ്ഞുങ്ങളത് അവർക്ക് അതിനുള്ള ഒരു ടാലൻ്റ് ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ അപ്പോൾ അത് ഞാൻ ആദ്യം വരുമ്പോഴേ പറയും, നമുക്കിങ്ങനെയാണ് ഇവിടെ, ഞാനൊന്ന് നോക്കട്ടെ, നമ്മൾ 1 മാസത്തിനുള്ളിൽ ഞാൻ പറയും. ഞാൻ അഡ്മിഷൻ ഫീ പോലും ചിലപ്പോൾ മേടിക്കാറില്ല. നമുക്ക് ചില കുഞ്ഞുങ്ങളെ ദക്ഷിണ വാങ്ങിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാൻ ഈ 1 മാസം കഴിഞ്ഞ് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അഡ്മിഷൻ ഫീ പോലും മേടിക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, കാരണം പലയിടത്തും നമുക്കറിയാം കുട്ടികളെ ഇങ്ങനെ വിളിച്ച്, എന്നിട്ട് ഇവർ 4, 5 വർഷമായ കുഞ്ഞുങ്ങളൊക്കെ കാണും, പക്ഷെ ഒന്നും ആവത്തില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുതല്ലോ. നമ്മൾ അവരതിനുള്ള, അല്ലെങ്കിൽ നമ്മളെ പേരൻസിനെ അറിയിക്കുക, നിങ്ങൾ മോളെ കുറച്ചുകൂടെ കഴിയട്ടെ, തീരെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരും. ഞാൻ പറയും അവരതിനായിട്ടില്ല, അപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കളിക്കണ്ടേ, എന്നാലേ നമുക്ക് പഠിപ്പിക്കാം, അവർ മനസ്സിലാവുന്ന ഒരു പ്രായം വരണ്ടേ. അങ്ങനെ നമ്മൾ പറഞ്ഞ് എന്നിട്ട് പിന്നെ ഒരു 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരും. അങ്ങനെ ഞാൻ എപ്പോഴും ഞാനത് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ഒരു കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്ത് വന്നിട്ട് അവർക്കത് പറ്റുന്നില്ലെങ്കിലും പിടിച്ച് പഠിപ്പിക്കും, അങ്ങനത്തെ പരിപാടിയില്ല. ഇനി അതേപോലെ തന്നെയും ഈ പറയുമ്പോൾ തന്നെ ഒരു അധ്യാപിക ചിലപ്പോൾ വഴക്ക് പറയാം, അത് പറയാറുണ്ട്. അത് ചില പേര് വളരെ റെയർ ആയിട്ടുള്ള പേരൻസ് വന്ന് പറയും, ഞങ്ങൾ അവരെ മോളെ ഞങ്ങൾ തല്ലാറില്ല, വഴക്ക് പറയാറില്ല, ഒന്നും ചെയ്യാറില്ല, അതുകൊണ്ട് ടീച്ചറെ ഒന്നും പറയണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് പഠിക്കണ്ടേ, കുറേശ്ശെ ഇത് പറഞ്ഞ് പ്രാക്ടീസൊക്കെ ചെയ്താൽ നമുക്ക് ദേഷ്യം വരും. അല്ല എന്നാലും കുഴപ്പമില്ല, എത്ര വർഷങ്ങളും പഠിച്ചിട്ടൊക്കെ പതുക്കെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഇൻഫോം ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം ആ കുട്ടികളെ പറഞ്ഞ് കൊണ്ടുപോകണം. പേഷ്യൻസ് ലെവൽ ഇപ്പം നന്നായിട്ട് അല്ല അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ.
അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ അവർ വന്ന് ചിലർ പറയും ടീച്ചറെ 2 പൊട്ടിരി കൊടുത്താലും ശരിയാവത്തില്ല, അടിച്ച് പഠിപ്പിച്ചോളും, അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇനി പഠിച്ചില്ല 2 ചെറിയ അടിയെ കൊടുത്താലും കുഴപ്പമില്ലല്ലോ. പക്ഷെ മറ്റേതൊന്ന് പറയും. അപ്പം ഞാനത് സാറുമാരോട് ഇൻഫോം ചെയ്യും, ഇങ്ങനെയുണ്ട്, ഒരു കാരണവശാലും നമ്മൾ ആ രീതി ചെയ്യരുത്, കാരണം അവർക്കത് താല്പര്യമില്ല. അപ്പം അത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അവരും അതനുസരിച്ച് തന്നെ ഫോളോ ചെയ്യും. കുട്ടികളുടെ ഒരു അവരുടെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഇതെങ്ങനെയാ രീതി പറയുമ്പോഴൊക്കെ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇത്രയും അധികം കുട്ടികളെ കാണുന്നുണ്ടല്ലോ, അപ്പം അവർക്ക് അത് പെട്ടെന്ന് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് പഴയ പോലെ അല്ല. ഇപ്പൊ തന്നെ നമ്മൾ പണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷന്മാരെന്താ പറയുന്നത്, നീ ഇങ്ങോട്ട് നീങ്ങുന്നേ, നീ ഇങ്ങോട്ട് വാടി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പിന്നെ പിള്ളേർക്ക് അതൊന്നും അങ്ങനെ താല്പര്യമുള്ള കേസ്, കാരണം അവർ പഠിച്ചു വരുന്ന സാഹചര്യങ്ങൾ, അവരുടെ സ്കൂള് കാര്യങ്ങൾ, എഡി ബോഡി ഇവരൊക്കെ വളരെ വളരെ റെയറാണ്. അപ്പം അതൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇപ്പം ചിലപ്പോൾ നമ്മുടെ സാറന്മാർ പോലും നീ എന്താ താമസിച്ച് വയ്ക്കുമ്പോൾ തന്നെ പിള്ളേരുടെ മുഖം ചിലപ്പോൾ മാറും, കാരണം അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പം കൂടുതലും. അപ്പം അത് നമ്മൾ ആ ഒരു ഇത് ശ്രദ്ധിച്ച് നമ്മൾ പോവാന്നുള്ളതേ ഉള്ളൂ. ഇവരുടെ ഫേസ് ഒക്കെ മാറുമ്പോൾ നമുക്ക് അറിയാം. ഇപ്പത്തെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്, ഭയങ്കര പാടാണ്. അവർ ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അതും അവരെ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിൽ എത്തിച്ച് പാമ്പർ ചെയ്ത് മോളെ അങ്ങനെ അങ്ങനെ ആക്കണം നമ്മള്, എന്നാലേ ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞ ഒരു അടിയൊക്കെ പണ്ട് നമുക്കൊക്കെ കിട്ടിയിട്ടില്ല, എത്രമാത്രം അടി കിട്ടുക. പക്ഷെ ഇപ്പൊ അതൊക്കെ വളരെ വളരെ ചുരുക്കമേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ശാലുവിന്റെ മുന്നോട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഈ വർഷം എന്തൊക്കെയാണ് പ്ലാനിലുള്ളത്? ഈ വർഷം ഇപ്പോൾ എന്താണ്, പുതിയ പ്രോഗ്രാമിൻ്റെ ഒരു പ്ലാൻ. ഇപ്പം മെയ് കഴിയുമ്പോഴേ ഉള്ളൂ, ഈ ഒരു സീസൺ അങ്ങനെ പോകും. മെയ് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമല്ലോ നമ്മുടെ ഓഡിയൻസ് ഇരിക്കണ്ടേ. അതെ. അപ്പോൾ ഇനി വരുന്ന വർഷം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഇങ്ങനെ പ്ലാനിങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പുതിയ മാറ്റങ്ങൾ ആലോചിക്കുക, ചിട്ടപ്പെടുത്തുക. പിന്നെ അല്ലേ തന്നെ ഇപ്പൊ ചെയ്യുന്നതൊക്കെ കൂടുതലും കൊറിയോഗ്രാഫി എല്ലാം തന്നെയാണല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ചെയ്തത് നല്ലതാണോ, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ, ഇത് മതിയോ എന്ന് ശാലു പോയിട്ട് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്നത്, ഇത് കാണിക്കുന്നത് അത് ആരുടെ അടുത്തായിരിക്കും? അത് ശരിക്കും പറഞ്ഞാൽ അമ്മയോട് തന്നെ. ഇപ്പോഴാണോ? അപ്പോഴും അമ്മ തന്നെയാണ്. അമ്മയുടെ ഒരു സപ്പോർട്ട് ഒരു ഭയങ്കര ഭയങ്കര ശക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പം അതിപ്പോഴും ഉണ്ട്. ഞാൻ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കും, നിങ്ങൾ നോക്കും എന്തൊക്കെയാണ്. അപ്പൊ അതിന്റെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിൽ പോലും നല്ലത് ചെയ്തേ നമുക്ക് പറയാലോ, അല്ലെ അതങ്ങനെ കുറച്ചുകൂടെ. അപ്പം അതിപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓ, അമ്മയാണ് ഇപ്പോഴും ഫൈനൽ ഓക്കെ ടിക്ക് എന്നുള്ളത്. ഓക്കെ, അമ്മ മരിച്ചു. അമ്മ ഇപ്പൊ 2 വർഷമായി. ഓക്കെ, അപ്പൊ ഇപ്പൊ അമ്മയും മകളും ഇങ്ങനെ നല്ല രീതിയിൽ പോണു. അപ്പൊ അങ്ങനെ നമ്മുടെ സർക്കാരിന്റെ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് കിട്ടിയ ശാലു മേനന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വക ഒരു ചെറിയ സമ്മാനം കേട്ടോ, വലിയൊരു സമ്മാനം വീട്ടിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളുടെ വക ഒരു ഹാമ്പർ ക്വീൻ നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ശരി ശാലു, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.